വയനാട് വാകേരി മുടക്കൊല്ലിയിൽ ഇറങ്ങിയ കടുവയെ തിരിച്ചറിഞ്ഞു. വനം വകുപ്പിന്റെ ഡാറ്റാബേസിലെ WWL39 എന്ന പെൺകടുവയാണ് ഫാമിലെത്തി പന്നികളെ ആക്രമിച്ചു കൊന്നത്. പ്രദേശത്ത് സ്ഥാപിച്ച ക്യാമറ ട്രാപ്പുകളിൽ കടുവയുടെ ചിത്രം പതിഞ്ഞതായാണ് കടുവയെ തിരിച്ചറിയാൻ സഹായമായത്. മൂടക്കൊല്ലിയിൽ കർഷകനായ കരിങ്കുളത്ത് ശ്രീനേഷിന്റെ ഫാമിലെ 20 പന്നികളെ ജനുവരി 6 പുലർച്ചെ കടുവ കൊന്നിരുന്നു. ഇതേ തുടർന്ന് കടുവയെ പിടികൂടാനായി വനവകുപ്പ് കൂട് സ്ഥാപിച്ച് നിരീക്ഷണം നടത്തുന്നതിനിടെയാണ് വീണ്ടും കടുവയെത്തി പന്നികളെ കൊന്നത്. ഫാം വൃത്തിയാക്കാനെത്തിയപ്പോൾ 5 പന്നികളുടെ കുറവും കടുവയുടെ കാൽപ്പാടുകളും ശ്രദ്ധയിൽപ്പെട്ടതോടെ നടത്തിയ പരിശോധനയിലാണ് ഫാമിന് കുറച്ചകലെ പന്നികളുടെ ജഡാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കടുവയെ പിടികൂടുന്നതിനായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവനുസരിച്ച് ജനുവരി 6 തന്നെ കൂട് സ്ഥാപിച്ചിരുന്നു. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് സ്ഥാപിച്ച ക്യാമറ ട്രാപ്പുകളിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞു. വയനാട് വന്യജീവി സങ്കേതത്തിലെ ഡാറ്റാബേസിൽ ഉൾപ്പെട്ട WWL39 എന്ന പെൺകടുവയാണ് പ്രദേശത്ത് സ്ഥിരമായി ഇറങ്ങുന്നത്. കടുവയെ തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്നും വനംവകുപ്പ് നിർദ്ദേശം നൽകി. കടുവയെ പിടികൂടാനായി കൂടുതൽ കൂടുകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, വയനാട്.